Ladies and gentlemen, start your engines. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ കൂടെ മെജോം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ ഈ മൂവിയുടെ റിവ്യൂ വീഡിയോ ആണെന്ന്. ആൻഡ് മൂവി കാണാത്തവരാണെങ്കിൽ വാച്ച് ചെയ്തിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പോയിലേഴ്സ് കാണും. മേജർ സ്പോയിലേഴ്സ് അല്ലെങ്കിലും കുറച്ച് സ്പോയിലേഴ്സ് ആണ്. അത് വെച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഈ റിവ്യൂ വാച്ച് ചെയ്യാനായിട്ട്. സോ നേരത്തെ വീഡിയോൻ്റെ മുമ്പിലിട്ട ആ ഡയലോഗ് പോലെ തന്നെ സ്റ്റാർട്ട് യുവർ എൻജിൻസ്. ഫ്യൂരിയോസ ക്രേസി റൈഡ് തന്നെയാണ്. ക്രേസി ക്യാരക്ടേഴ്സായിട്ട് തല തെറിച്ച കുറച്ച് ക്യാരക്ടേഴ്സൊക്കെയാണ് ഈ ഒരു മൂവിയിലുള്ളത്. ഇതിൽ കഥനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്യൂരിയോസിനെ ചെറുപ്പത്തിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഫ്യൂരിയോസയുടെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ ഡെമൻറ്റസിനെ കൊല്ലണമെന്നും ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു മൂവിയിൽ മെയിനായിട്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് സെറ്റപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു സീക്വൻസ്, ആ ഒരു ചെറുപ്പം കാര്യങ്ങൾ കിഡ്നാപ്പ് ചെയ്യുന്നതും അതൊരു കുറച്ച് സ്ലോ പേസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ മാഡ് മാക്സ് ഫ്യൂറി റോഡ് പോലെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ സീക്വൻസിലേക്ക് ഒന്നല്ല അധികം പോകുന്നത്. ഒരു സ്ലോ സ്റ്റാർട്ട് തന്നെയാണ്. തുടക്കത്തിൽ കുറച്ചൊരു ആക്ഷൻ ഉണ്ടെങ്കിലും ഒരു സ്ലോ പേസിലാണ് മൂവി പോകുന്നത്. ഫ്യൂറി റോഡിനെ പോലെ തന്നെ ഇതിൽ ഇഷ്ടം പോലെ ക്രേസി ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. ഫ്രാങ്കൻസ്റ്റൈൻ വെഹിക്കിൾസ്, അതായത് മറ്റുള്ള വെഹിക്കിൾസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. വലിയ വാറി ട്രക്കുകൾ, അതേപോലെ തന്നെ മോട്ടോർ സൈക്കിളോട് ഉണ്ടാക്കിയിട്ടുള്ള ചാരിയറ്റ് അല്ലെങ്കിൽ രഥങ്ങൾ. നമ്മുടെ ഡെമൻറ്റസിൻ്റെ വെഹിക്കിൾ അതാണ്. അതുപോലെ തന്നെ മോൺസ്റ്റർ ട്രക്ക്, അത്തരം വാഹനങ്ങൾ മൊത്തം ഇന്ത്യയിൽ കാണാം. നമ്മുടെ മാഡ് മാക്സ് ഫ്യൂറി റോഡ് പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ബാക്ക് സ്റ്റോറി കുറച്ച് സ്ലോ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ നമുക്ക് കാണുന്നത് ആ ഒരു ഫ്യൂരിയോസയുടെ കഥാപാത്രം, ആകൊരു കുട്ടി കഥാപാത്രം വലുതായി ഒരു ടോട്ടൽ ബാഡ് ആസ് ക്യാരക്ടറായിട്ട് മാറുന്നതാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ മുമ്പത്തെ പടത്തിലത്തെ പഴയ കുറച്ച് ക്യാരക്ടേഴ്സും ഈ മൂവിയിലുണ്ട്. അതായത് ഇമോട്ടൻ ജോ, പിന്നെ തൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുകളും ആ ഒരു സിറ്റഡൽ അവരുടെ ആ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. പിന്നെ അഫ്കോഴ്സ് വാർ ബോയ്സ് കംപ്ലീറ്റ്ലി തല മുട്ടയടിച്ചിട്ടുള്ള ആ ഒരു ടീമിനും ഇതിൽ കാണിക്കുന്നുണ്ട്. സോ വാർ ബോയ്സും ഇതിൽ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ മെയിനായിട്ട് സീനുകളെല്ലാം അടിപൊളിയായിട്ട് കിടിലനായിട്ട്, അത് എല്ലാവരും അടിപൊളി തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവിയിൽ മെയിനായിട്ട് ഓൾറൗണ്ടായിട്ട് എടുത്തു പറയേണ്ടത് ഡെമൻറ്റസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ക്രിസ് ഹെംസ്വർത്ത് അഭിനയിച്ച ഈ ഒരു വില്ലൻ കഥാപാത്രം. സോ ക്രിസ് ഹെംസ്വർത്തിനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ മാർവൽ മൂവീസിലത്തെ തോർ ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒരു കനം കുറഞ്ഞ് കുറച്ച് മെലിഞ്ഞിട്ടും അതുപോലെ തന്നെ ഒരു മൂക്ക് കുറച്ച് വളഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഡെമൻറ്റസ് എന്ന് പറയുന്നത്. ബൈക്ക് ഹോഡിൻ്റെ തലവനാണ് ഇദ്ദേഹം. ഭയങ്കര ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഭയങ്കര എക്സ്പ്രസീവായിട്ട് അഭിനയിക്കുകയും അതുപോലെ തന്നെ മനുഷ്യന്മാരെ കൊല്ലുന്നതിലുള്ള കുറേ ഭ്രാന്തമായ കുറേ വഴികൾ, കുറച്ച് ഡിമെൻറ്റഡ് ആയിട്ടുള്ള വഴികളാണ് പുള്ളിക്കാരൻ ചെയ്യാറ് ഓരോ ആൾക്കാരെ കൊല്ലുന്നതിൽ. ഫ്യൂരിയസ് ആണെങ്കിൽ മെയിൻ ക്യാരക്ടറെങ്കിലും ഇതിൽ ഡെമൻറ്റസിൻ്റെയും ഒരു സ്റ്റോറി ആർക്ക് പോകുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു ബൈക്ക് ഹോഡിൻ്റെ തലവനായതിൽ നിന്ന് ഒരു സിറ്റി തന്നെ സ്വന്തമാക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുകയുണ്ട് ഈ ഒരു മൂവിയുടെ അവസാന ഭാഗങ്ങൾക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബിൽഡപ്പാണ് ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ കുറച്ച് പതുക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് പിന്നെ ആ മൂവിയുടെ അവസാനം വരെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടുള്ള സീക്വൻസുകൾ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓഫ്കോഴ്സ് അതിൽ ആക്ഷൻ തുടങ്ങിയുള്ള ആ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വാറിഗിൻ്റെ തന്നെയാണ്. വാറിഗ് ആ ഒരു വലിയ ട്രക്കിൻ്റെ ആ ഒരു ടൈമിലുള്ള ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. പ്രിട്ടോറിയൻ ജാക്കും ഫ്യൂരിയോസും വാർ ബോയ്സും കൂടിയിട്ട് നമ്മുടെ ഡെമൻറ്റസിൻ്റെ ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യുന്നത്, വില്ലന്മാരൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ആണ്. ഒരു കുറച്ച് മിനിറ്റ്സ് ഉണ്ട് ഈ ഒരു കംപ്ലീറ്റ് സംഭവം. ഇതിൽ ഫ്യൂരിയോസയുടെ ആ ഒരു സ്റ്റൈൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി കാര്യങ്ങളൊക്കെ അവെയറായിട്ട് ചെയ്യുന്നതും ഷൂട്ടിംഗ് ആണെങ്കിലും പല പല രീതിയിൽ ആൾക്കാരെ കൊല്ലാൻ നോക്കുന്നതൊക്കെ. ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ജോർജ് മില്ലർ എന്ന ഡയറക്ടറിൻ്റെ ആ ഒരു കഴിവാണ്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോർജ് മില്ലറാണ്. എല്ലാ മാഡ് മാക്സ് മൂവീസും ഇദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ആക്ഷൻ സീക്വൻസസ്, സെറ്റ് പീസുകൾ വലിയ വണ്ടികൾ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ നേരത്തെ മുമ്പത്തെ പടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ദിസ് ഗൈ ഈസ് റിയലി ഗുഡ് അറ്റ് വലിയ വണ്ടികൾ ഇൻവോൾവ് ആവുന്നതും എക്സ്പ്ലോഷൻസും അതുപോലെ തന്നെ ഓരോ മനുഷ്യന്മാർ വേറെ പല രീതികളിൽ മരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ. ആന്യ ടെയ്ലർ ജോയ് ഈ ഒരു ആക്ട്രസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ദേഷ്യമുള്ള ഭയങ്കര എന്താ പറയുക പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു ക്യാരക്ടറായിട്ടുള്ള ഫ്യൂരിയസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു. കാരണം രണ്ട് ഫ്യൂരിയസിനെ കമ്പയർ ചെയ്യണമെങ്കിലും രണ്ടും ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് മൂവിയിൽ ചാർലീസ് തെറോൺ അഭിനയിച്ച ഫ്യൂരിയസ് കംപ്ലീറ്റ്ലി ഒരു എൻറ്റയർലി ബോൾഡും കുറച്ചുകൂടി മെച്യൂറാണ്. ഇത് ഒരു ഡിഫറെൻറ്റ് വേർഷനാണ്.
മൂവി കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തേക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. കുറേ അടിപൊളി വിഷ്വൽസ് കാണാൻ പറ്റും. വലിയ ഡെസേർട്ടുകളും അതുപോലെ തന്നെ സാൻഡ് ഡ്യൂൺസ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ആകെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ CGI ആണ്. അത്യാവശ്യം കുറേ CGI യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. കാരണം മാഡ് മാക്സ് ഫ്യൂറി റോഡിൽ കുറേയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സീക്വൻസസ് ആയിരുന്നു അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ചില ഇപ്പോൾ കുറേ വെഹിക്കിൾസ് സാൻഡിൽ കൂടെ പോകുന്നതാണെങ്കിലും ചില ആൾക്കാർ മരിക്കുന്ന സീക്വൻസൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി അതിൽ തോന്നിയിട്ടുണ്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യുമ്പോൾ. അതുമാത്രമേ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഈ ഒരു മൂവിയിൽ ഞാൻ ശ്രദ്ധിച്ചത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആൾക്കാർ മരിച്ചു വീഴുന്ന സീനും പിന്നെ ചില വെഹിക്കിൾസ് തെറിച്ചു പോകുന്നത് ഇതൊക്കെ കംപ്ലീറ്റ്ലി CGI ആണെന്ന് നമുക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. മൊത്തത്തിൽ ഫ്യൂരിയസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു വർത്തി മൂവി തന്നെയാണ്. ജോർജ് മില്ലറിൻ്റെ ആ ഒരു മാഡ് മാക്സ്, ക്രേസി ആയിട്ടുള്ള മാഡ് മാക്സ് ആകലത്തെ ആ ഒരു സീരീസിലൊരു ഓഫ്കോഴ്സ് നല്ലൊരു മൂവി തന്നെയാണ് ഫ്യൂരിയസ്. എന്തായാലും ഇനി പുതിയ കണ്ടൻസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.